ഹലോ സുഹൃത്തുക്കളെ, 3RP വിഷ്വൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരിമാടി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനായി ആദ്യം നമ്മൾ പോകുന്നത് കരിമാടിക്കുട്ടന്റെ അടുത്തേക്കാണ്. കരിമാടിയിലെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധപ്രതിമയാണ് കരിമാടിക്കുട്ടൻ. കരിമാടിക്കുട്ടനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് കയറി കാണുക. ഇതാണ് കരിമാടിക്കുട്ടൻ ശ്രീ ബുദ്ധൻ സ്മാരകത്തിന്റെ പരിസരത്തുള്ള മനോഹരമായ കാഴ്ചകളാണിത്. അവിടെ നിന്നും നമുക്ക് മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. ഇപ്പോൾ ഈ പോകുന്ന റോഡ് കരിമാടിയിൽ നിന്നും കരുവാറ്റ എന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. അതിപ്പോൾ വലുതാക്കി ഒരു ബൈപ്പാസ് റോഡാക്കുകയാണ്. കരിമാടിയിൽ നിന്നും പെട്ടെന്ന് കരുവാറ്റ NH66 ഇത് ചെന്ന് കയറുന്നത്. ഇതിലെ കുറച്ച് നമുക്കൊന്ന് പോയി നോക്കാം. നെൽപ്പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകളും കാണാം. ആദ്യം ചെറിയ റോഡായിരുന്നു കേട്ടോ. അത് ഗ്രാവലിട്ട് വീതി കൂട്ടിയ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ശാന്തമായ ഒരു പക്ക ഗ്രാമമാണ് കേട്ടോ ഈ കുട്ടനാടിലെ കരിമാടി ഗ്രാമം. കൊയ്ത്ത് കഴിഞ്ഞ നെൽവയലുകളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ആ കാണുന്നത്. എത്ര മനോഹരമാണല്ലേ. നമ്മുടെ കേരളത്തിന്റെ ഏത് ഭാഗം കാണിച്ചാലും കൊള്ളില്ല എന്ന് ആരും ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അത്ര മനോഹരമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അവിടെ നിന്നും നമ്മൾ കരിമാടിയിൽ ഒരു ലോക പ്രശസ്തി നേടിയ ഒരു അത്ഭുത ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അത്രയും പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒത്തിരി സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഇതിന്റെ വീഡിയോകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദമാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഞാൻ പറയാം. ഇത് കാമപുരത്ത് കാവിൽ ക്ഷേത്രം കരിമാടി. ശാസ്ത്രലോകത്തിന് പോലും അത്ഭുതമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം. അതാണ് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനേക്കാൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ കൽവിളക്കാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ചലിക്കുന്ന കൽവിളക്ക്, അതാണ് ഇവിടുത്തെ മഹാത്ഭുതം. 15 അടി ഉയരമുള്ള ഈ കൽവിളക്ക് ഈ ക്ഷേത്രത്തിന് നേരെ മുന്നിലായിരുന്നു. പക്ഷേ അതിപ്പോൾ ക്ഷേത്രത്തിന് വലതുഭാഗത്തേക്ക് നീങ്ങിയതായി കാണാം. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് പിന്നിലായി കാണുന്ന ഉപദേവതകളാണ് ഈ കാണുന്നത്.
ചലിക്കുന്ന കൽവിളക്കും കണ്ടതിന് ശേഷം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രമുണ്ട് അവിടെ, കാവിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രം കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ രണ്ട് മനോഹരമായ ക്ഷേത്രം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ വന്ന റോഡിൽ കൂടി വന്നപ്പോഴേ റോഡ് അവിടെ അവസാനിച്ചു. ഒരു തോടാണ്, അത് ചെറിയൊരു പാലമുണ്ട്. നമുക്കിനി മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. ഈ കാണുന്നതൊക്കെ കരിമാടിയിലെ കുഗ്രാമങ്ങളൊക്കെയാണ് കേട്ടോ. മുൻകാലങ്ങളിൽ നടവഴിയായിരുന്നതൊക്കെ ഇപ്പോൾ നല്ല മനോഹരമായ റോഡായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ കണ്ട ഒരു ചർച്ചാണ് കേട്ടോ, നല്ല മനോഹരമായ ഒരു ചെറിയ ചർച്ച്. സെന്റ് നിക്കോളാസ് ചർച്ച് കരുമാടി. അവിടുത്തെ വലിയൊരു കൊടിമരമാണ് കാണുന്നത്. ആ ചർച്ചിന്റെ അടുത്ത് തന്നെ കണ്ട സ്കൂളാണ്, അവരുടെ തന്നെ സ്കൂളാണെന്ന് തോന്നുന്നു. അതിന്റെയും പേര് സെന്റ് നിക്കോളാസ് LP സ്കൂൾ എന്നാണ്. ആ സ്കൂൾ സ്ഥാപിച്ച വർഷമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1966. വെക്കേഷൻ സമയമായിട്ട് സ്കൂളൊക്കെ അടഞ്ഞിടക്കുകയാണ്. ഇനി ജൂൺ 1-ാം തീയതി ആകുമ്പം കുട്ടികളുടെ മൊത്തം കലവിലയായിരിക്കും ഇവിടെ കേൾക്കുന്നത്. ഇപ്പൊ എത്ര ശാന്തമാണ് ഇപ്പൊ ഈ സ്കൂള്. അയ്യോ, മാറിക്കൊടുക്കുക, ഒരു പെട്ടിവണ്ടി വരുന്നത്. ആ സ്കൂളിന്റെ സൈഡാണ് കേട്ടോ കാണുന്നത്. 1.5 മാസം കൊണ്ട് മൊത്തം പുല്ലുകളായി. നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന തോട് കണ്ടോ, അത് കരുമാടിത്തോടെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന്റെ മേലിൽ കൂടെ പോകുന്ന പാലം റെയിൽവേ പാലമാണ് കേട്ടോ. അതിന്റെ അടിയിൽ കൂടെയാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഇപ്പോൾ കാണുന്ന മറ്റൊരു പാലം കണ്ടോ, ഇത് സംസ്ഥാന പാതയുടെ പാലമാണ് കേട്ടോ. തിരുവല്ല അമ്പലപ്പുഴ റോഡാണ് ഈ കടന്നു പോകുന്നത്. പാലത്തിന്റെ മുകളിൽ നിന്നുണ്ടേ കരുമാടിത്തോടിന്റെ കാഴ്ച കണ്ടോ, മനോഹരമാണല്ലേ. ഈ കാണുന്നത് കരുമാടിയിലെ ഗസ്റ്റ് ഹൗസ് ആണ്. അതിന് തൊട്ടടുത്തായി PWD ഓഫീസ് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആയുർവേദ ഹോസ്പിറ്റലാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ആയുർവേദ ഹോസ്പിറ്റൽ. കരുമാടിയിലെ ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഈ കാണുന്നതേ കരുമാടിയിലെ പേരെടുത്ത ഒരു വോളിബോൾ ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് ടൂർണമെന്റുകളൊക്കെ നടക്കും.
അവിടെ നിന്നും നമ്മൾ ഇപ്പോൾ കരുമാടി ജംഗ്ഷനിൽ വന്നു കേട്ടോ. കരുമാടി ജംഗ്ഷനിലെ കടകളൊക്കെയാണ് ഈ കാണുന്നത്. വീണ്ടും നമ്മൾ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ കയറിയ അങ്ങോട്ട് പോകുമ്പോഴേ റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു മനോഹരമായ ചർച്ച് നമുക്ക് വീണ്ടും കാണാം. സെന്റ് ജോസഫ് ചർച്ച്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ എൻഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തകഴിയാണ്. ഇനി തകഴി ഗ്രാമത്തിലെ കാഴ്ചകളുമായി എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.